കൂട്ടുകാരെ നമസ്കാരം. ഐശ്വര്യമായിട്ട് വിളക്കൊക്കെ കാണിച്ച് തന്നെ തുടങ്ങാമെന്ന് കരുതി. എന്താണെന്ന് വെച്ചാൽ തിരുവോണത്തിൻ്റെ അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇത്. കുറച്ച് ലേറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്യണതെങ്കിൽ പോലും എല്ലാവർക്കും തിരുവോണാശംസകൾ. ഒരുപാട് കാലം കൊണ്ട് നമ്മൾ കേട്ട് വളർന്ന് വന്നപ്പോഴും മുതലേ കേൾക്കുന്ന കഥയാണ്. മഹാബലി ഭയങ്കര നീതിമാനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു, ദയാലുവായിരുന്നു എന്നൊക്കെ. പക്ഷേ എന്തിനാണ് 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ ആ ധൈര്യമായിട്ട് അളന്നെടുത്തോളാൻ പറഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ സർവ്വ സ്വത്തുക്കളും സമ്പാദ്യവും എല്ലാം കൈക്കലാക്കി മിസ്റ്റർ വാമനൻ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്ന് ഇത്രയും കാലമായിട്ട് ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നല്ല ആൾക്കാരെ ചതിക്കാനും പറ്റിക്കാനും ചവിട്ടി താക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. അവർ പറ്റിക്കുമ്പോൾ അത് അവരുടെ ബുദ്ധി കൂടുതലായതുകൊണ്ടല്ല നമ്മൾ പറ്റിക്കപ്പെടണം. നമുക്ക് കുറച്ച് ബുദ്ധി കുറവായതുകൊണ്ടാണ്. എല്ലാവരും അത്തരം വാമനന്മാരെയൊക്കെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോ പിടുത്തം കാര്യങ്ങളൊക്കെ രാവിലെ കഴിഞ്ഞു. അങ്ങനെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ടാണ്. ഹസ്ബൻഡ് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ടി വിയുടെ മുമ്പിലായിരുന്നു. ഒരുപാട് നല്ല പരിപാടികളൊക്കെ ടി വിയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കറികളൊന്നും വയ്ക്കുന്നില്ല എങ്കിൽ പോലും തലേ ദിവസം തന്നെ കറിക്കൂട്ടുകളൊക്കെ ഒന്ന് കഷ്ണിച്ച് വെച്ചിരുന്നതുകൊണ്ട് തന്നെ അമ്മയും നന്നായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ, കിച്ചൺ ജോലികളിൽ. അപ്പോൾ സാമ്പാറാണ് ഗുളുഗുളുന്ന് തിളക്കുന്നുണ്ടായിരുന്നു. എല്ലായ്പ്പോഴും നമ്മുടെ വീട്ടിൽ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ദോശ ഇഡ്ഡലിയും ആയിരിക്കും. ഇന്ന് ദോശ സാമ്പാറുമായിരുന്നേ. എന്താണെന്ന് വെച്ചാൽ, പക്ഷേ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേനും അവിടെ എല്ലാ ഓണത്തിന് രാവിലെ ദോശയും ചിക്കനുമാണ് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ രാവിലെ തിരുവോണത്തിന് ഞങ്ങൾ നോണൊന്നും കഴിക്കാറൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് അപ്പച്ചി മോനും വരണുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. രാവിലെയാണ് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറച്ച് കറികളും കൂടി നമ്മൾ ആഡ് ചെയ്തു. അത് ഞല്ലിമല്ലയുടെ അടുത്തൊക്കെ വന്നിരുന്നു കുറച്ച് സമയം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. കളിച്ച് ചിരിച്ച് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോഴത്തേനും അപ്പച്ചി മോനും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ചേച്ചിയാണ് കേട്ടോ, രണ്ടാമത്തെ ചേച്ചിയും മകനുമാണേ. ഇവൻ എൻ്റെ അനിയനാണ്. എൻ്റെ എന്ത് കാര്യം തുറന്ന് പറയാനും അത്രയും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന, നമുക്ക് എന്തെങ്കിലും വിഷമം പറയാൻ നമുക്ക് ആശ്വാസം തരുന്ന ആ 2 ആൾക്കാരാണ് കേട്ടോ. എൻ്റെ 2 അപ്പച്ചിമാരും അതെ, എൻ്റെ അനിയനും അതെ. അപ്പോൾ വന്നപ്പോഴത്തേനും നമ്മൾ അപ്പച്ചി വരണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് മറ്റേ ചെറിയ പാക്കറ്റിൽ പായസക്കൂട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് പായസമൊക്കെ തയ്യാറാക്കി കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അലൈനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ നേരം കാര്യം പറയും. നമ്മൾ അങ്ങനെയാണല്ലോ സംസാരിക്കുമ്പോൾ ഒരുപാട് പേര് ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുകയും ആഹാരം കഴിക്കാൻ ഒരുപാട് സമയം എടുക്കും. അങ്ങനെയൊക്കെയാണ്. അല്ലിമില്ലൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ചിരിക്കും എന്നൊക്കെ അപ്പച്ചിയോട് പോയി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എല്ലാവരും കൂടിയാണ് അല്ലിമില്ലക്ക് വാരി കൊടുത്തത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കാനിരുന്നത് കേട്ടോ. കാര്യം ലേറ്റായിട്ടാണ് കാപ്പി പിടിച്ചതുകൊണ്ട് തന്നെ അപ്പോഴും നല്ല വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ തലേന്നത്തെ പനിയുടെ ആയിട്ടുള്ള അതിൻ്റെ എഫക്റ്റും ഉണ്ടായിരുന്നേ. എന്നാലും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു ക്ഷീണമൊക്കെ കുറേ മാറി കിട്ടി. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മാമനും മരുമക്കളും കൂടി ഇരുന്ന് കളിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും എൻ്റെ ആരോമൽ എൻ്റെ അനിയൻ, അവൻ ഇവിടെ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. അവൻ സൗദിയിലാണ് കേട്ടോ. അവന് ഞാനിപ്പോൾ ഒരുപാട് മിസ് ചെയ്യും. കാരണം ഇവനെ കാണുമ്പോഴൊക്കെ ഞാൻ അവനെ ഓർമ്മിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 ആയിരുന്നു, ഒറ്റ കൂട്ട്. ഇതിലൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ അനിയൻ, എൻ്റെ കണ്ണനാണ് കേട്ടോ അവൻ്റെ പേര്. ഞങ്ങൾ വിളിക്കുന്ന കണ്ണനാണ്. മാനസ് എന്നാണ് പേര്. കല്യാണ പ്രായമായി, കല്യാണമൊക്കെ നോക്കുന്നുണ്ട്. ഇത് എന്തായാലും വീഡിയോ കാണുമ്പോൾ അവനും എന്നെ ഓട്ടിച്ചിട്ട് എറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവനും ഞാനും അനിയൻ ആരോസും ഭയങ്കര കൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ 3 ആണ് ഒറ്റക്കെട്ട്. എന്തെങ്കിലും ഒരു ഫാമിലി ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ 3 ആണ് ഒത്ത് നടക്കുകയും ഇരിക്കുകയും കളിക്കുകയും ചെയ്യുന്നത്. മൂത്തത് ഞാനായതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പവർ കൂടുതൽ എനിക്കായിരുന്നു കേട്ടോ. ഇവന്മാരൊക്കെ അടിക്കുകയും ഇടിക്കുകയും നിയന്ത്രിച്ച് നിർത്തുകയൊക്കെ ചെയ്യണത് ഞാനായിരുന്നു. അന്നേരം കൊണ്ട് തന്നെ പിന്നീട് നമ്മൾ അങ്ങനെ സിറ്റോട്ട് കാര്യം പറഞ്ഞപ്പോൾ ഒരു കൊല ഒടിഞ്ഞ് വീണ സൗണ്ട് കേട്ടോ. ഇത് നമ്മൾ ഓണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വെട്ടാൻ വേണ്ടിയിട്ട് നിർത്തിയിരുന്നതാണ്. പിന്നെ ചില കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ കൊലയൊന്നും വെട്ടാനുള്ള ഒരു മൈൻഡൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വെട്ടാതെ നിർത്തിയപ്പോൾ തന്നെ തിരുവോണത്തിൻ്റെ അന്നേരം ഒടിഞ്ഞു വീണു. അതിന് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ സുരേഷായിട്ടും പോയി വാഴക്കൊലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് നമ്മൾ ചാക്കിലൊക്കെ ആക്കി പഴുക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോഴപ്പച്ചിക്ക് മുരിങ്ങ ഇല കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ഒരു കേട്ട് മുരിങ്ങ വീട്ടിലുണ്ട്. നമ്മുടെ വലിയ മുരിങ്ങ മരം ഇടയ്ക്ക് പുഴുത് വീണായിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയ മുരിങ്ങയെന്ന് കുറച്ച് മുരിങ്ങ ഇലയൊക്കെ പറിച്ചിട്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൈനി അപ്പുറത്തുനിന്ന് വൃത്തിയാക്കുന്നുണ്ട്. എൻ്റെ അല്ലിമുല്യം പോയി അത് മുഴുവൻ പെട്ടെന്ന് എളുപ്പത്തിന് വൃത്തിയാക്കി കൊടുത്തു. കാരണം 1/2 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട പണി അവർ രണ്ടുപേരും കൂടെ വിചാരിച്ചപ്പോഴത്തേക്കും ഏകദേശം 3 മണിക്കൂർ എടുത്താണ് അമ്മയും അപ്പയും കൂടെ അത് വൃത്തിയാക്കി എടുത്തത്. അത് ഞങ്ങളിങ്ങനെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിള്ളേരിങ്ങനെ വിക്ടറിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, വിക്ടറിയുടെ സൈനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അപ്പച്ചി അമ്മയും കൂടെ എടുത്ത് വെക്കുന്ന മുരിങ്ങയിലൊക്കെ മുഴുവൻ വാരി തറയിലും അവിടെ എവിടെയൊക്കെ ആക്കി ഇരട്ടി പണി ഉണ്ടാക്കി വെച്ചു. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇതൊക്കെ കണ്ടിട്ട്. എൻ്റെ വീഡിയോ എടുത്ത് അത്ര ശരിയല്ല, എങ്ങനെയാണ് വീഡിയോ എടുക്കണമെന്നൊക്കെ എൻ്റെ കണ്ണൻ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞ എന്താണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ എന്തിനോ കാര്യത്തിന് ഇതിങ്ങനെ ഇങ്ങനെ വാരി കളഞ്ഞപ്പോഴത്തേനും ഞാൻ നന്നായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ അല്ലിക്കുഞ്ഞ് വന്ന് പിണങ്ങിയിരിക്കുകയാണ്. മുല്ല വഴക്ക് പറഞ്ഞപ്പോൾ തന്നെ കയറി അച്ഛൻ്റെ വഴിയിലോട്ടിരുന്ന് എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കും. എന്ത് രസമല്ലേ, വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ചുറ്റും കൂടിയിരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട്. ഇതിനിടയിൽ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല, വിട്ടുപോയത്. ഇത് ഇപ്പോൾ എൻ്റെ അനിയനാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തിരുന്നത്. എനിക്ക് ഇതിൻ്റെ ഇടയിൽ എപ്പോഴും എന്തോ ഈ ചറിഞ്ഞ് മറിക്കുന്ന കോഴിയുടെ ഫോട്ടോയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം മുരിങ്ങയില നുള്ളി കഴിഞ്ഞപ്പോഴത്തേനും വേണ്ട ഇങ്ങനെ ഒരു സംഭവമായിട്ടോ. ഇത് മുഴുവൻ വാരി വലിച്ചിങ്ങനെ ഇട്ട് ഇപ്പം ഇതൊക്കെ ഈ കണ്ണൻ സ്ലാബിന് മണ്ടേ കയറി എടുത്ത വീഡിയോ ആണ്. അല്ലിമുല്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആര് വഴക്ക് പറഞ്ഞാലും അവരൊന്നും കേൾക്കില്ല. ഒരാൾ വഴക്ക് പറഞ്ഞാൽ അടുത്ത ആൾ ചോദിക്കാനൊക്കെ പോയി ചെന്നു. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തായാലും അപ്പച്ചിയൊക്കെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഒരു ഓണം എന്നുള്ളൊരു സെറ്റപ്പായി. അപ്പച്ചിയുടെ ഫോണിൽ അമ്മ എന്തോ റീൽസ് വീഡിയോ കണ്ടിരുന്ന് ചിരിക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരുപാട് ലേറ്റായിട്ടാണ് അപ്പച്ചിയൊക്കെ പോയത്. അപ്പം ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഇവർക്ക് വന്നപ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം തോന്നി. എത്തി ഉടനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ടാറ്റാ ബൈ ബൈ സി ഒക്കെ പറഞ്ഞു വിട്ടു. ടി വിയിൽ പിന്നീടാണ് കേട്ടോ ടി വി കാണിച്ചത്. ടി വിയിൽ ഒരുപാട് പരിപാടികളൊക്കെ നമ്മുടെ ഗുരുവായൂർ നമ്മുടെ നടയിൽ സിനിമ കിടക്കേണ്ടത്. ഞാൻ ഓൾറെഡി സിനിമ കണ്ടതാണ്. എങ്കിലും കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞ് പിന്നെ അല്ലിമുല്ലയുടെ കുറച്ച് തൈരിൻ്റെ കുറച്ച് വീഡിയോ അത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ല കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്